Hello friends, welcome to SAT, Sandhurst Tuition Center, Madathumbadi and Puthamalikara. Please subscribe to our YouTube channel for new updated videos and also visit sandhursttuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLC Maths ന്യൂ സിലബസ് ചാപ്റ്റർ 2 സർക്കിൾസ് വൃത്തങ്ങളിലെ പാർട്ട് 2 ആണ്. പാർട്ട് 2 ൽ നമ്മൾ ആംഗിൾസ് ഇൻ സെമി സർക്കിൾ പാർട്ട് 1 ന്റെ കണ്ടിന്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. So please visit part 1 before watching this video. Please like and share this video. Please give your valuable comments. Theory 2. The theory 1 നമ്മൾ first video ൽ പഠിച്ചു. Theory 2 ഇതാണ്. If a pair of lines drawn from the ends of a diameter of a circle are perpendicular to each other, then they meet on the circle. വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ രണ്ട് അറ്റത്തു നിന്ന് വരയ്ക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലായിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺസിഡർ എ സർക്കിൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു, ഒരു വൃത്തത്തിന്റെ സെന്ററിലൂടെ വരയ്ക്കുന്ന വരയാണ് എന്ത്? വ്യാസം, ഡയാമീറ്റർ. സപ്പോസ് ദിസ് ഈസ് എ സെന്റർ. കൺസിഡർ ദിസ് ഈസ് എ ഡയാമീറ്റർ എ ബി. ഓക്കെ, ഈ ഡയാമീറ്ററിന്റെ ഇവിടെ നിന്ന് നമ്മൾ വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന എല്ലാ കോണുകളും എത്ര ഡിഗ്രി ഉണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് ദ പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനകത്താണെങ്കിൽ അത് എത്ര ഡിഗ്രി ഉണ്ടാവും? 90 ഡിഗ്രിനേക്കാൾ കൂടുതലാണോ അതോ കുറവായിരിക്കും? അതറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക, ഇവിടെ നിന്ന് ഇത് മുട്ടിക്കുക. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഇത് എത്ര ഡിഗ്രി ഉണ്ടാവും? 90 ഡിഗ്രി. കാരണം എന്തുകൊണ്ടായിരിക്കും? വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റത്ത് നിന്ന് വരയ്ക്കുന്ന വരയും ഈ അറ്റത്ത് നിന്ന് വരയ്ക്കുന്ന വരയും വൃത്തത്തിൽ കൂട്ടിമുട്ടിയാൽ അത് എത്ര ഡിഗ്രി ഉണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഞാനവിടെ പേരിട്ടു പി ക്യു ബി എ. എ ബി ആണ് എൻ്റെ വ്യാസം, ഡയാമീറ്റർ. പി ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനകത്തുള്ളൊരു പോയിന്റാണ്. ക്യു എന്ന് പറയുന്നത് വൃത്തത്തിലുള്ള ഒരു പോയിന്റാണ്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണം. ഒരു ത്രികോണം നമ്മൾ എടുക്കുന്ന ത്രികോണം എ ബി സി. ഈ സിയിൽ ഇങ്ങനെ വര വരച്ചിട്ട് ഇവിടെ ഒരു ആംഗിൾ അടയാളപ്പെടുത്തിയാൽ ഇറ്റ് ഈസ് ദ എക്സ്റ്റേണൽ ആംഗിൾ ഓഫ് സി. സിയുടെ എക്സ്റ്റേണൽ ആംഗിളാണ്, ബാഹ്യകോണാണ്. ഈ ബാഹ്യകോൺ എന്ന് പറയുന്നത് ഇവിടെയുള്ള കോൺ, അതായത് എയിലുള്ള കോൺ പ്ലസ് ബിയിലുള്ള കോണായിരിക്കും. സപ്പോസ് എയിൽ എക്സും ബിയിൽ വൈയും ആണെങ്കിൽ ഇവിടെയുള്ള കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് സാർ? നോക്കൂ, ഇവിടെ ആദ്യം നിങ്ങൾ വരയ്ക്കുന്നു ഒരു പാരൽ ലൈൻസ്. നമ്മളിങ്ങനെ വരയ്ക്കുന്നു, ഒരു പാരൽ ലൈൻസ് ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ സപ്പോസ് ഇവിടെയുള്ള ആംഗിൾ നിങ്ങൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതും എന്തായിരിക്കും? എക്സ്. കാരണം എന്താ? കാരണം ഈ രണ്ട് പാരൽ ലൈൻസ് ഇതിനെ കട്ട് ചെയ്യുന്നു. കണ്ടോ? രണ്ട് പാരൽ ലൈൻസിനെ ഇത് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാവുന്ന കറസ്പോണ്ടന്റ് ആംഗിൾ എന്ത്? സെയിം. സിമിലാർലി ഇഫ് ദിസ് ഈസ് വൈ, ഇത് വൈ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇപ്പുറത്തുള്ളത് വൈ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെയും വൈ വരുന്നത്? അവിടെ വൈ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പാരലൈൻസിനെ ഇത് കട്ട് ചെയ്യുന്നു. കണ്ടോ? രണ്ട് പാരലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ കണ്ടോ? ഇവിടെ എക്സ് വരാനുള്ള കാരണം രണ്ട് പാരലൈൻസിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറസ്പോണ്ടന്റ് ആംഗിൾ ഈക്വൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ പോയിന്റിലെയും ഈ പോയിന്റിലെയും, അതായത് ഈ രണ്ട് മൂലകളിലെയും കോണുകളുടെ തുകയാണ് മൂന്നാമത്തെ മൂലയിലെ എക്സ്റ്റേണൽ ആംഗിൾ. ക്ലിയർ? സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, കൺസിഡർ ദ ട്രയാങ്കിൾ പി ക്യു ബി. ഓക്കെ, പിയിലെ ഈ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആംഗിൾ പ്ലസ് ഇവിടെയുള്ള ആംഗിൾ അല്ലേ? ആണ്. നമുക്കൊരു കാര്യം അറിയാം, ഇവിടെയുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? 90 എന്തെങ്കിലും 10 ഒരു 5 ഡിഗ്രി എങ്കിലും ഉണ്ടാവില്ലേ? ദാറ്റ് മീൻസ് 90 ഡിഗ്രി പ്ലസ് സംതിങ് ആണ് ആര്? ഈ പി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം.
പി ക്യു ബി എന്ന് പറയുന്ന ത്രികോണത്തിലെ പിയുടെ എക്സ്റ്റേണൽ ആംഗിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ കാണിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിൽ ആംഗിൾ പ്ലസ് ബിയിൽ ആംഗിൾ. ഓക്കെ, അതായത് പി ബി ക്യൂവും പി ക്യു ബിയും ചേർന്നാണ് ഉണ്ടാവുന്നത്. ഇത് തന്നെ 90 ഡിഗ്രി ഉണ്ട്, ക്യൂ തന്നെ 90 ഡിഗ്രി ഉണ്ട്. കാരണം അർദ്ധവൃത്തത്തിലെ കോൺ, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ. ഇത് കുറച്ച് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെയുള്ള ഈ കോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തിയറി അനുസരിച്ച് ഇത് 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ പി എവിടെ വരും? വൃത്തത്തിന് അകത്ത് വരും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നതാണത്. അതായത് 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും? വൃത്തത്തിന് അകത്ത്. 90 ഡിഗ്രി ആണെങ്കിലോ വൃത്തത്തിൽ. ക്ലിയർ? ഓക്കെ. ഇപ്പൊ നമ്മൾ ആ പോയിന്റ് പി വൃത്തത്തിന് പുറത്തേക്ക് വരച്ചു എന്ന് വിചാരിക്കും. സപ്പോസ് ഇവിടെ ഉണ്ടായിരുന്ന പിനെ നമ്മൾ പെറുക്കിക്കൂട്ടി എന്താണ് പുറത്തേക്ക് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കും? കൺസിഡർ ദ ട്രയാങ്കിൾ പി ക്യു ബി. ഈ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. കണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ആംഗിൾ ആരാ? എക്സ്റ്റേണൽ ആംഗിൾ ക്യൂ ആണ്. അത് എത്ര ഡിഗ്രി ഉണ്ട്? 90 ഡിഗ്രി ഉണ്ട്. ക്ലിയർ? ഈ എക്സ്റ്റേണൽ ആംഗിൾ എങ്ങനെ കിട്ടി? ഇവിടെയുള്ള ആംഗിൾ പ്ലസ് ഇവിടെയുള്ള ആംഗിൾ. നോക്കൂ, ഇത് രണ്ടും കൂട്ടുമ്പോൾ 90 വരുന്നുള്ളൂ. മനസ്സിലായോ? അതിന്റെ അർത്ഥം 90 താഴെയല്ലേ ഇവർ രണ്ടുപേരും? അതെ. ഒന്നുകൂടി പറയാം സാറ്. ഇവിടെ ക്യൂവിൽ 90 വരുന്നത് ഈ പിയിലെ കോണും ബിയിലെ കോണും തമ്മിൽ കൂട്ടുമ്പോഴാണ്. അതിന്റെ അർത്ഥം പിയോ അല്ലെങ്കിൽ ബിയോ 90നേക്കാളും ചെറുതാണ്. പിയും ബിയും 90നേക്കാളും വലുതാണെങ്കിൽ ഇവിടെ 90 കിട്ടുമോ കൂട്ടുമ്പോൾ? ഇല്ല. അപ്പോൾ നമ്മൾ പുറത്ത്, വൃത്തത്തിന്റെ പുറത്ത് ഒരു ബിന്ദു വരയ്ക്കുകയാണ്. വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റത്തു നിന്നും വൃത്തത്തിന്റെ പുറത്തേക്കാണ് നമ്മൾ ഒരു ബിന്ദു വരയ്ക്കണമെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്? ലെസ് ദാൻ, 90നേക്കാളും ചെറുതായിരിക്കും. മനസ്സിലായോ? ഇറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ക്ലിയർ? വൃത്തത്തിനകത്താണ് നമ്മൾ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് വരച്ചിട്ട് ഈ വ്യാസത്തിന്റെ അറ്റങ്ങളുമായിട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാളും വലുതായിരിക്കും. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ ഒന്ന് വളരെ സൂക്ഷിച്ചു നോക്കിയേ. നമ്മൾ ഒരു വര ഇങ്ങനെ വരച്ചിരിക്കുന്നു. കണ്ടോ? ആ വരയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചിരിക്കുന്നു. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അതായത് നമ്മൾ ഈ എ ബിയുടെ ഒരു അറ്റത്ത് നിന്നും ഒരു വര ഇങ്ങനെ വരച്ചു. ക്ലിയർ? ബിയിൽ നിന്നും ഒരു വര വരച്ചു. ഇവർ തമ്മിൽ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എത്ര ഡിഗ്രി ഉണ്ടാവും? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. കിട്ടിയോ? ഇതാണ് നമ്മുടെ തിയറി. ഇഫ് എ പെയർ ഓഫ് ലൈൻസ് ഡോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഡയാമീറ്റർ, സപ്പോസ് ഇവിടെ എ ബിയുടെ രണ്ടറ്റത്തു നിന്നും, ഒരറ്റത്തു നിന്നും ഒരു വര വരച്ചു, ബി എന്ന് പറഞ്ഞു ഒരു വര വരച്ചു. എങ്ങനെ? തോന്നിയ പോലെ നമുക്ക് വരയ്ക്കാം. പക്ഷെ ഇവിടെ നമ്മൾ വരയ്ക്കേണ്ടത് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, then they meet on the circle. അങ്ങനെ നമ്മൾ ഒരു ഡയാമീറ്ററിന്റെ, ഒരു വ്യാസത്തിന്റെ രണ്ടറ്റത്തു നിന്ന് വരയ്ക്കുന്ന വരകൾ, എങ്ങനെയുള്ള വരകൾ? പരസ്പരം ലംബമായ വരകൾ കൂട്ടിമുട്ടുന്നത് എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. കണ്ടോ? വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ രണ്ടറ്റത്ത് നിന്ന്, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വ്യാസം ഇതാണ് എ ബി, അതിന്റെ രണ്ടറ്റത്ത് നിന്ന് വരയ്ക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്നത് എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ പറയാം. രണ്ട് വരകൾ നമ്മൾ വരച്ചു. ഞാനിങ്ങനെ ഒരു വര വരച്ചു, ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പോൾ അത് എത്രയുണ്ട്? 90 ഡിഗ്രി ഉണ്ട്. ക്ലിയർ? ഓക്കെ. അങ്ങനെ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മൾ അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? ആ വൃത്തത്തിന്റെ എന്തായിരിക്കും? വ്യാസമായിരിക്കും. കണ്ടോ? ഇവിടുന്ന് ഒരു വര വരച്ചു, ഇവിടുന്ന് ഒരു വര വരച്ചു. കണ്ടോ? അത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ വരയുടെ പ്രത്യേകത എന്താ? അത് ആ വൃത്തത്തിന്റെ ഡയാമീറ്റർ ആണ്. അത് ഈ തിരിച്ചു പറയുന്നു. ഓൾ പെയർസ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്, അതായത് പരസ്പരം ലംബമായിട്ടുള്ള 90 ഡിഗ്രി വരുത്തുന്ന രണ്ട് ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഫിക്സ്ഡ് ലൈൻ. എവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത്? ഒരു ഫിക്സ്ഡ് ലൈൻ, അതായത് എ ബി എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ലൈനിന്റെ രണ്ടറ്റത്തു നിന്ന് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് മീറ്റ് ഓൺ ദ സർക്കിൾ വിത്ത് ദാറ്റ് ലൈൻ ആസ് ഡയാമീറ്റർ. ആ ലൈനിനെ, അതായത് ഏത് ലൈനിൽ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത് അതിന്റെ വ്യാസമായി എടുത്തിട്ടായിരിക്കും വൃത്തത്തിൽ വന്ന് മുട്ടുക. ഒന്നുകൂടി പറയാം. അതായത് നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ചു, എന്നിട്ട് വെറുതെ ഒരു പേരിട്ടു എ ബി.
ഇവിടെ നിന്ന് ഇങ്ങനെ വര വരച്ചു. ക്ലിയർ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. എത്ര ഡിഗ്രി വരുന്ന രീതിയിൽ? 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക എന്നാണ് പറഞ്ഞത്. ഓൾ പെയർസ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻസ്. ഡ്രോൺ എവിടെ നിന്ന് വരയ്ക്കണം? ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഫിക്സ്ഡ് ലൈൻ. അതായത് എ ബി എന്ന് പറയുന്ന ഒരു ലൈനിന്റെ രണ്ട് എൻഡിൽ നിന്ന് നിങ്ങൾ വരയ്ക്കണം. മീറ്റ് ഓൺ ദ സർക്കിൾ. ഇതെവിടെ ചെന്ന് മീറ്റ് ചെയ്യും? സർക്കിളിലായിരിക്കും മീറ്റ് ചെയ്യുക. ഉണ്ടോ? വിത്ത് ദാറ്റ് ലൈൻ ആസ് ഡയമീറ്റർ. ഏത്? ഈ എ ബിയെ ഡയാമീറ്റർ ആക്കിയിട്ടായിരിക്കും അത് പോവുക. ക്ലിയർ? മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം. ഒരു വരയുടെ രണ്ടറ്റത്ത് നിന്ന് പരസ്പരം ലംബമായി വരയ്ക്കുന്ന വരകളെല്ലാം ആ വര വ്യാസമായ വൃത്തത്തിൽ കൂട്ടിമുട്ടുന്നു. അതായത് ഒരു വര വരയ്ക്കുന്നു. ക്ലിയർ? സപ്പോസ് ആ വരയുടെ പേര് എ ബി. ഉണ്ടോ? ഒരു വര ഞാൻ വരച്ചിട്ടോ. രണ്ടറ്റത്ത് നിന്നും ഇവിടെ നിന്നും വരച്ചു, ഇവിടെ നിന്നും വരച്ചു. പരസ്പരം ലംബമായി വരയ്ക്കുന്ന വരകൾ ഉണ്ടാ. ഇതാണ് പരസ്പര ലംബം. ആ വര വ്യാസമായ വൃത്തം, അതായത് ഈ വര എ ബി, അതിന്റെ സെന്ററിൽ O എന്നിടാം. ഉണ്ടോ? അത് വ്യാസമായി വരുന്ന വൃത്തത്തിലൂടെ കടന്നു പോകും. കിട്ടിയോ? ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എക്സസൈസുകൾ ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് ദിസ് തിയറി. ഓക്കെ, താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.